ശാരീരിക പരിമിതികൾക്കിടയിലും തോൽക്കാൻ മനസ്സില്ലാതെ പൊരുതുന്ന ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. പോളിയോ ബാധിച്ച് അരയ്ക്ക് താഴെ തളർന്നിട്ടും അവശതകളെ വകവയ്ക്കാതെയാണ് തിരുവനന്തപുരം പഴയ ഉച്ചക്കട സ്വദേശി രജിത്തിൻ്റെ ജീവിതം. ഇത് നെയ്യാറ്റിൻകര പഴയ ഉച്ചക്കട സ്വദേശി രജിത്ത്. കുട്ടിക്കാലത്ത് വന്ന പോളിയോ വില്ലനായി. അരയ്ക്ക് കീഴേ സ്വാധീനമില്ല. പക്ഷേ ശാരീരിക പരിമിതികളുടെ പേര് പറഞ്ഞ് വീട്ടിലിരിക്കാൻ രജിത്തിന് താല്പര്യമില്ല. സ്വന്തമായി ഓട്ടോറിക്ഷ ഓടിച്ചാണ് രജിത്തിന്റെ യാത്ര. ടാക്സിയായി ഓടുമായിരുന്നു, ഇപ്പോഴതില്ല. പോളിയോ വന്നതാണ്. പോളിയോ വന്ന് ബോഡി ഫുള്ള് തളർന്നുപോയി. അങ്ങനെയാണ് ഫുള്ള് അത് അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. എനിക്ക് ബോഡി ഫുള്ള് തളർന്നുപോയി. അപ്പോൾ കണ്ണ് മാത്രം അനങ്ങും. ആ രീതിയിലാണ് ജീവനുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ അറിഞ്ഞിരുന്നത്. അതിരാവിലെ എഴുന്നേൽക്കും, നേരെ ജിമ്മിലേക്ക്. 3 മണിക്കൂറോളം വർക്കൗട്ട്. ആരോഗ്യം മുഖ്യമെന്ന് രജിത്ത്. നമ്മൾ ഒതുങ്ങിക്കൂടിയാൽ നമുക്ക് തന്നെയാണ് നഷ്ടം. ഈ ലോകം ഫുള്ളായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മുന്നോട്ട് തന്നെ ഇറങ്ങിയത്. ഇറങ്ങിയപ്പോഴാണ് എനിക്ക് ലോക പരിചയം കൂടുതലും ആൾക്കാരെ ഫേസ് ചെയ്യാനും ആ ഒരു ധൈര്യം വന്നത്. ജിമ്മിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ കാല് വയ്യാതിരിക്കുന്നതുകൊണ്ട് ഒരിടത്ത് ഇരിപ്പാണല്ലോ എപ്പോഴും. അപ്പോൾ നമ്മളെ ബോഡി കണ്ടീഷൻസ് എല്ലാം പെട്ടെന്ന് നോർമലായിട്ടുള്ള ആൾക്കാരെക്കാളും പെട്ടെന്ന് നമ്മൾ ബോഡി ക്ഷീണിച്ചു പോകും. അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് വ്യായാമം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്. ആരോഗ്യം മുഖ്യമാണ്. അത് വിട്ടിട്ടുള്ളൊരു കളിയില്ല. അത് എല്ലാവർക്കും, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്ക് മാത്രമല്ല, നോർമലായിട്ടുള്ളവർക്കും വ്യായാമം ആവശ്യമാണ്. കാരണം എല്ലാവരും ഇപ്പം ബൈക്കും കാറും എല്ലായിടവും പോകണം. പണ്ടുള്ളവർക്കൊന്നും ഇത്രയും അസുഖങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു വ്യായാമം മസ്റ്റായിട്ട് ആവശ്യമാണ്. അല്ലെങ്കിൽ പണ്ടുള്ളവരൊക്കെ എത്ര വയസ്സ് വരെ ജീവിക്കുന്നത്, ഇപ്പോൾ ഉള്ളവരൊക്കെ ബോഡി കണ്ടീഷൻസൊന്നും ആർക്കും ഒരു ഇതില്ല, ഒരു ശ്രദ്ധയില്ല. അവിടെയും തീർന്നില്ല കാര്യങ്ങൾ. പ്രധാന ഹോബി ചിത്രം വരെയാണ്, ഒപ്പം ജീവിതമാർഗവും. ഞാൻ ചെറുതായിട്ടൊക്കെ ഇരുന്ന് വരയ്ക്കും. കാരണം മറ്റുള്ള കുട്ടികളൊക്കെ കളിക്കുന്ന സമയത്ത് ഞാൻ പടം വരപ്പായിരുന്നു എനിക്ക് മെയിന്. അപ്പോൾ അത് വരയ്ക്കുന്ന കണ്ടപ്പോൾ പിന്നെ ഞാൻ +2 കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് ഡിപ്ലോമ എടുത്തു ഡ്രോയിങ്ങിൻ്റെ. ചിത്രരചന ഒരു ഇതായിരുന്നു, എനിക്ക് ക്രേസാണ്. പച്ചകുത്തലിനോട് താല്പര്യം തോന്നിയപ്പോൾ സ്വന്തമായൊരു ടാറ്റു ഷോപ്പും തുടങ്ങിയിട്ടുണ്ട്. ഡ്രോയിങ് ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് ടാറ്റു കുറച്ചുകൂടെയൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ടാറ്റു പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ടാറ്റു സർട്ടിഫൈഡാണ്. എല്ലാം ഒരു ടൈം ടേബിൾ പോലെ അങ്ങ് കൊണ്ടുപോകും. ഒരു മിലിറ്ററി സ്റ്റൈലിലൊക്കെ കൊണ്ടുപോയിട്ട് എല്ലാത്തിനും സമയം കണ്ടെത്തണമല്ലോ. ഭാവിയിൽ ശരീര സൗന്ദര്യ മത്സരങ്ങളിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹവും ഈ യുവാവിനുണ്ട്. പരിമിതികളെക്കുറിച്ച് വ്യാകുലപ്പെടാതെ സാധ്യതകളുടെ ആകാശത്തേക്ക് ചൂടുവെക്കാൻ പ്രചോദനമാണ് രജിത്തിനെ പോലെയുള്ള മനുഷ്യർ. ക്യാമറമാൻ സിറലിനൊപ്പം എ വി ജയശങ്കർ, 24 തിരുവനന്തപുരം.